നമസ്കാരം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നടപ്പ് നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുകയും പാസാക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗവർണർ ഒപ്പുവെച്ചതിന് ശേഷം നിയമമാവുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ കൂണുപോലെ സ്വകാര്യ സർവകലാശാലകൾ മുളച്ചു പൊന്തും. 10 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ സ്വകാര്യ സർവകലാശാല ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഇതിനു മുൻപ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയത് ഓർക്കുക. ബാർ ഉടമകളും കള്ള് കച്ചവടക്കാരുമൊക്കെയാണ് അന്ന് ഓടിക്കിതച്ചെത്തിയതും എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയതും നഷ്ടത്തിലായി പലതും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നതും. അത്തരമൊരു സാഹചര്യമാണോ അതോ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ സംഭവിക്കുമോ എന്ന് വരും വർഷങ്ങളിൽ അറിയാം. ഈ വീഡിയോയുടെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ഈ സർക്കാരിൻ്റെ വൃത്തികെട്ട ഇരട്ടത്താപ്പ്, നാണം കെട്ട നാടിനെ പിന്നോട്ട് നടത്തിയ ചരിത്രം ഇത് പറയുക. ഒപ്പം സ്വകാര്യ സർവകലാശാലകൾ എന്താണ്, ഡീം ടു ബി സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും ഓട്ടോണമസ് സ്ഥാപനങ്ങളും സ്റ്റേറ്റ് സർവകലാശാലകളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ്. ആദ്യം നമുക്ക് എന്താണ് ഈ സർവകലാശാലകൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. രാജ്യത്താകെ 1074 സർവകലാശാലകളാണുള്ളത്. സർവകലാശാലകൾ 4 തരത്തിലാണ് പ്രധാനമായുള്ളത്. ഒന്ന് സെൻട്രൽ സർവകലാശാല, 2 സ്റ്റേറ്റ് സർവകലാശാല, 3 പ്രൈവറ്റ് സർവകലാശാല, 4 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് സർവകലാശാല, സ്വയംഭരണ സർവകലാശാല. അങ്ങനെ 4 തരത്തിലാണ് സർവകലാശാലകൾ ഉള്ളത്. സെൻട്രൽ സർവകലാശാലകൾ അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാലകൾ വെറും 56 എണ്ണം മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് സെൻട്രൽ സർവകലാശാലയുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു സർവകലാശാല, അലിഗഡ് മുസ്ലിം സർവകലാശാല, ജാമിയ മില്ല സർവകലാശാല, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ സെൻട്രൽ സർവകലാശാലകൾ അഥവാ കേന്ദ്ര സർവകലാശാലകളാണ്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സർവകലാശാലകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. രണ്ടാമത്തേത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഉടമസ്ഥാവകാശത്തിൽപ്പെടുന്ന, സ്റ്റേറ്റിൽ നിയമം പാസാക്കി നടപ്പിലാക്കുന്നവയാണ് സ്റ്റേറ്റ് സർവകലാശാലകൾ. കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളും സ്റ്റേറ്റ് സർവകലാശാലകളാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കാലടി സംസ്കൃത സർവകലാശാലയും ഒക്കെ സ്റ്റേറ്റ് സർവകലാശാലകളാണ്. അവ പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള, സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന നിയമത്തിൻ്റെ കീഴിൽപ്പെടുന്നതാണ്. മൂന്നാമത്തേത് ഡീം ടു ബി സർവകലാശാലയാണ്. സ്വയംഭരണാവകാശമുള്ള കേന്ദ്ര നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സർവകലാശാലകളാണ് ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഡീംഡ് സർവകലാശാലകൾ. അമൃത വിദ്യാപീഠം എന്ന അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള സർവകലാശാല അത് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വിവാദത്തിലായ ജെയിൻ യൂണിവേഴ്സിറ്റി ഡീം ടു ബി സർവകലാശാലയാണ്. VITയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ഡീംഡ് സർവകലാശാലയിൽപ്പെടും. കേരളത്തിൽ കലാമണ്ഡലം ഡീംഡ് സർവകലാശാലയാണ്. ചിന്മയ വിദ്യാപീഠം ഡീംഡ് സർവകലാശാലയാണ്. ഡീംഡ് സർവകലാശാലകൾ കേന്ദ്ര നിയമത്തിന്റെ കീഴിലുള്ള പ്രൈവറ്റ് ആയതോ പബ്ലിക് ആയതോ ആയ യൂണിവേഴ്സിറ്റികളാണ്. ഉദാഹരണത്തിന് കേരള കലാമണ്ഡലം ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. കേരള ഗവൺമെന്റ് തന്നെ നടത്തുന്നതാണ്, സെൻട്രൽ നിയമത്തിന് കീഴിലുള്ള. അതേസമയം ജെയിൻ യൂണിവേഴ്സിറ്റി സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ്, അതേസമയം അത് സ്വകാര്യ ഡീംഡ് സർവകലാശാലയാണ്. നാലാമത്തതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ. ലോകത്തെ പ്രധാനപ്പെട്ട മോഡലാണ്. ഏതാണ്ട് 430 സ്വകാര്യ സർവകലാശാലകൾ രാജ്യത്തുണ്ട്. സ്റ്റേറ്റ് സർവകലാശാലകൾ 460 സ്വകാര്യ സർവകലാശാലകൾ 430. ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ഒന്നുപോലുമില്ല. രാജ്യത്ത് ബാക്കി എല്ലായിടത്തുമുണ്ട്. കേരളത്തിൽ അതാണ് ഇപ്പോൾ സ്ഥാപിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ രാജ്യത്തെ മികച്ച പല യൂണിവേഴ്സിറ്റികളും സ്വകാര്യ സർവകലാശാലകളാണ്. സ്റ്റേറ്റ് നിയമത്തിന് കീഴിലായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ, സെൻട്രൽ നിയമത്തിന് കീഴിലാവില്ല. ആ സ്റ്റേറ്റ് നിയമമാണ് ഇപ്പോൾ പാസ്സാക്കാൻ പോകുന്നത്. ആ നിയമം കേരളത്തിൽ വരുന്ന 10 ഏക്കർ ഭൂമി ഉണ്ടാവണം, 25 കോടി കെട്ടിവയ്ക്കണം. എന്നാൽ ആ യൂണിവേഴ്സിറ്റി നിയമനങ്ങളെ, അഡ്മിഷനെ, ഫീസ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. സംവരണം ഏർപ്പെടുത്തുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും അത് പ്രായോഗികമാണോ, പിന്നീട് കോടതിയിൽ പോയി അത് ഇല്ലാതാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്വന്തമായി അവർക്ക് ഇഷ്ടമുള്ള ഫീസ് നിശ്ചയിച്ച് നടത്താവുന്നതാണ്. തത്വത്തിൽ ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അനുകൂലമാണ്. നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങി പൂട്ടിപ്പോയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥയാവും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിലവാരമുള്ള തൊഴിൽ ലഭ്യമായ കോഴ്സുകൾ തുടങ്ങിയാൽ മാത്രമേ അംഗീകാരം കിട്ടൂ, കുട്ടികൾ വരൂ.
ഫീസ് കൊടുക്കേണ്ടതുണ്ട്. നല്ല യൂണിവേഴ്സിറ്റികൾക്ക് നല്ല ഫീസ് ഈടാക്കാൻ കഴിയും. മികച്ച പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ MBA കോഴ്സിന് 20 ലക്ഷവും 25 ലക്ഷവും ഒക്കെ ഫീസ് ഈടാക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തും. നന്നായി പണം മുടക്കാൻ അറിയാവുന്ന നല്ല വീക്ഷണമുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നാൽ ഗുണമുണ്ടാവും. അവർ മത്സരിച്ചുന്നത വിദ്യാഭ്യാസത്തിന് നിലവാരം ഉയർത്തും. അതിനെ ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. പണം മുടക്കാൻ കഴിയുന്നവർക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കഴിയും. അതേസമയം മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ സർക്കാർ യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള സർക്കാർ യൂണിവേഴ്സിറ്റികൾ നന്നാകും. അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് പോവാതാകും. അവർ അവരുടെ കോഴ്സുകൾ മെച്ചപ്പെടുത്തി അവരുടെ നിലവാരം ഉയർത്തിയില്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പക്ഷെ എന്തായാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതോടെ സർക്കാർ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ കുറയും. എയ്ഡഡ് കോളേജുകൾ അടക്കമുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നവർ പ്രതിസന്ധിയിലാവും. പക്ഷേ വലിയ ക്യാമ്പസ് ഉള്ള സ്വയംഭരണാവകാശമൊക്കെയുള്ള വലിയ കോളേജുകൾക്ക് വേണമെങ്കിൽ സ്വയം യൂണിവേഴ്സിറ്റി ആവാം. ചങ്ങനാശ്ശേരി SB കോളേജ് പോലെ, കോട്ടയം CMS കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ 10 ഏക്കർ ഭൂമി അതിനോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം യൂണിവേഴ്സിറ്റി ആവാനുള്ള സാധ്യതയും തെളിയും. എന്തായാലും വലിയ അവസരത്തിന്റെ വാതിലാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് CPM എന്ന നാണം കെട്ട വൃത്തികെട്ട പാർട്ടി ഈ നാടിനെ എത്രമാത്രം പിറകോട്ട് നടത്തിയെന്നതാണ്. രാജ്യത്ത് 400-ലധികം സ്വകാര്യ സർവകലാശാലകൾ ഇതിനകം ഉണ്ടായിട്ടും കേരളത്തിൽ CPMന്റെ പിടിവാശി മൂലം അത് നടത്തിയില്ല. അവർ എല്ലാത്തിനും എതിരായിരുന്നു. ഈ നാട്ടിൽ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ തകർന്നു പോകും എന്ന് പറഞ്ഞാണ് അവർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയത്. 9 വർഷമായിട്ടുള്ളൂ. അതാണ് CPMന്റെ അവസ്ഥ. അതിനേക്കാൾ രസം, സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നതിനെതിരെ സമരം നടത്തിയാണ് പുഷ്പൻ രക്തസാക്ഷിയായത്. പുഷ്പനെ പോലെ 4-5 പേർ അന്ന് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അവർ തെറ്റിതിരുത്തി ഏറ്റവും കൂടുതൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് അവരാണ്. TP ശ്രീനിവാസനെ തല്ലിയതും അതിനു വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ സ്വാശ്രയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം അവർ ഒരുപാട് പിറകോട്ടാക്കി. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. CPIM എത്രമാത്രം പിറകിൽ സഞ്ചരിക്കുന്നു എന്നതിന് തെളിവായി മാറുന്നു. ഈ നാണം കെട്ട പാർട്ടി, നാണം കെട്ട സർക്കാർ, അവരുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, നാണം തീരെയില്ലാത്ത ബിന്ദു ഇന്നലെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ ഉളുപ്പില്ലാത്ത വാക്കുകൾ കേൾക്കുക. നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽകൃത ലോകക്രമത്തിന്റെ ഭാഗമായിട്ട്. അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ്. അവർക്ക് കുറ്റബോധമില്ല, ഖേദപ്രകടനമില്ല, എല്ലാത്തിനും സമയമുണ്ട് എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ്. അതായത് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന എല്ലാത്തിനും സമയമുണ്ട്, ഞങ്ങൾക്ക് തലയിൽ വെള്ളിവെളിച്ചം വന്നത് ഇപ്പോഴാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് നടപ്പിലാക്കിയെന്ന് പറയുന്നു. ഇതുപോലെ ഒരു മണ്ടത്തരത്തിന്റെ പേരിലാണ് പുഷ്പൻ അടക്കമുള്ള 5 പേർ രക്തസാക്ഷികളായി മാറിയത്. TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയത്, സിന്ധു ജോയി അടക്കമുള്ളവർ ചോരയിൽ കുളിച്ച് സമരം നടത്തിയത് ഇതിന്റെയൊക്കെ പേരിലാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി 20-25 വർഷം പിറകിലാണ് സഞ്ചരിക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഇത്. ഇപ്പോഴെങ്കിലും അവർക്ക് ബോധമുണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അവർക്ക് ബോധമുണ്ടായി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾ നാട് വിട്ട് മറ്റിവിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. ഇപ്പോഴും അവർക്ക് പൂർണ്ണമായി നേരം വെളുത്തിട്ടില്ല. ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിദേശ സർവകലാശാലകൾ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന്. എന്താ വിദേശ സർവകലാശാലകൾക്ക് കുഴപ്പം? സ്വകാര്യ സർവകലാശാലകൾ അംഗീകരിക്കാമെങ്കിൽ, ഡീംഡ് സർവകലാശാലകൾ അംഗീകരിക്കാമെങ്കിൽ വിദേശ സർവകലാശാലകൾക്ക് എന്താണ് കുഴപ്പം? ഇതിനേക്കാൾ നല്ല വിദ്യാഭ്യാസം വിദേശ സർവകലാശാലകൾ കൊണ്ടുവരും എന്നതാണോ നിങ്ങൾ തടസ്സമായി കാണുന്നത്? നാളെ CPMന് അതും തിരുത്തേണ്ടി വരും. എന്തായാലും CPM എന്നൊരു നാണം കെട്ട പാർട്ടിയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന, എന്നിട്ടും ഖേദം പ്രകടിപ്പിക്കാനുള്ള മര്യാദയില്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്വകാര്യ സർവകലാശാലകൾ എത്തുകയാണ്. ആദ്യം തന്നെ സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി ആയിരിക്കുമെന്ന് അതിന് നടത്തിപ്പുകാരൻ ടോം ജോസഫ് എന്നോട് പറഞ്ഞു. കോഴിക്കോട് 10 ഏക്കർ ഭൂമി അവർ കണ്ടുവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടനടി ജെയിൻ യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുക്കും. കോഴിക്കോട് ക്യാമ്പസ് തുടങ്ങുമെന്ന് മാത്രമല്ല, തൃശ്ശൂർ അടക്കമുള്ള മറ്റ് സിറ്റികളിലേക്കും ജെയിൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ക്യാമ്പസുകളും ആരംഭിക്കാനാണ് പദ്ധതി. ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കാൻ കാത്തിരിക്കുകയാണ് പല സ്ഥാപനങ്ങളും. ഇനിയെങ്കിലും കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറട്ടെ, കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്ന കോഴ്സുകൾ പഠിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.